അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തരുണിൻ്റെ ശബ്ദത്തിൽ ആകാംക്ഷയും ഉത്കണ്ഠയും എല്ലാം തോന്നി. അതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ദർ ഈസ് എ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് നെഹ്റു സ്റ്റേഡിയം. അപ്പം നെഹ്റു സ്റ്റേഡിയത്തിൽ ചിൽഡ്രൻസ് ഡേ അന്ന് ഒരു ഓട്ട മത്സരം നടത്തുന്നുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദെയർ. നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ മത്സരിക്കുന്നു. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്, നീ ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, സെഡ് രാംനാരായൺ. അപ്പം നീ ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ നിനക്ക് തുടർന്ന് പരിശീലനം നൽകാമെന്ന് ഞാൻ പ്രോമിസ് നൽകുന്നു, രാംനാരായൺ പറഞ്ഞു. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഐ ക്യാൻ ഡു ഇറ്റ് കാണ്ട് ഐ, തോട്ട് തരുൺ. എനിക്ക് വിജയിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ലേ? തരുൺ ചിന്തിച്ചു. ഐ വിൽ സർ, ഹി ഹേർഡ് ഹിംസെൽഫ് സേയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. അപ്പോൾ പൂർണ്ണമായിട്ട് ഒരു നിശ്ചയത്തോടു കൂടി, ദൃഢവിശ്വാസത്തോടു കൂടി തരുൺ സ്വയം പറയുന്നതായിട്ട് അവന് തോന്നി. അവൻ കേട്ടു. ഫൈൻ ബോയ്, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. അപ്പോൾ നിനക്ക് ആ ഓട്ട മത്സരത്തിൽ പ്രവേശനം നേടിത്തരുക എന്നുള്ളത് എൻ്റെ ജോബാണ്. അതോടൊപ്പം തന്നെ വിജയിക്കുക എന്നുള്ളത് നിനക്കുള്ളത്. ടെൽ മീ വാട്ട് ഈസ് യുവർ നെയിം, ആസ്ക് രാംനാരായൺ. പറയൂ, എന്താണ് നിന്റെ പേര്? രാംനാരായൺ ചോദിച്ചു. തരുൺ കപൂർ സർ. അപ്പം തരുൺ മറുപടി പറഞ്ഞു. അവന്റെ പേര് തരുൺ കപൂർ. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗീവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. അപ്പൊ 5 ദിവസത്തിന് ശേഷം നിന്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് ആയിട്ട് നമുക്കിവിടെ കണ്ടുമുട്ടാം. നിന്റെ പാർട്ടിസിപ്പേഷൻ കാർഡ്, നിനക്ക് പങ്കെടുക്കുന്നതിനുള്ള കാർഡ് തരാൻ വരുന്ന സമയത്ത് നമുക്കിവിടെ വെച്ച് കണ്ടുമുട്ടാം. ഓൾ ദ ബെസ്റ്റ് സെഡ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ്. രാംനാരായൺ തരുണിന് എല്ലാവിധ ആശംസകളും പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഓൺ ദ വേ ഹോം തരുൺ തോട്ട് ദാറ്റ് if his father had not scolded him, he wouldn't have got this opportunity. അപ്പം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തരുൺ എന്താണ് ചിന്തിക്കുന്നത്? അവന്റെ അച്ഛൻ അവനെ ശകാരിച്ചില്ലായിരുന്നു എങ്കിൽ, വഴക്ക് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ അവന് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുമായിരുന്നില്ല എന്ന് ആര് ചിന്തിച്ചു? തരുൺ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ എന്താണ്? ദ നെക്സ്റ്റ് ഡേ ബ്രോട്ട് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. പിറ്റേ ദിവസം തരുണില് ഒരു പുതിയ ഒരു പ്രകാശം തോന്നി, ഒരു ഉന്മേഷം തോന്നി. എന്താണ്? തരുൺ ഗോട്ട് അപ്പ് ഏർലി. തരുൺ അതിരാവിലെ എഴുന്നേറ്റു. ഹാഡ് മിൽക്ക് ആൻഡ് ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹെർ ക്വറി ഓൺ വാട്ട് ഹി വാസ് അപ് ടു, ഹി റാൻ ഔട്ട് ആൻഡ് വെന്റ് ടു ദ നെഹ്റു സ്റ്റേഡിയം ടു ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദ റേസ്. അപ്പം അതിരാവിലെ എഴുന്നേറ്റു, പാലൊക്കെ കുടിച്ചു. എന്നിട്ട് അമ്മ നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് തിരക്കുന്നതിന് മുന്നേ അവൻ എന്ത് ചെയ്തു? നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഓടി. എന്തിനു വേണ്ടി? ടു ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദ റേസ്. അപ്പൊ ഓട്ട മത്സരത്തിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, പരിശോധിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? തരുൺ നേരെ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഓടി. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. അവൻ വളരെയധികം സന്തോഷവാനായി കാണപ്പെട്ടു. ആര്? നമ്മുടെ തരുൺ വളരെയധികം സന്തോഷവാനായി കാണപ്പെട്ടു. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് zealously. തരുൺ വളരെയധികം ആവേശത്തോടുകൂടി എന്ത് ചെയ്തു? പ്രാക്ടീസ് തുടങ്ങി. എവറി ഡേ ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. ആൻഡ് റൺ അപ് ടു 10 miles. എന്നിട്ട് എന്ത് ചെയ്തു? 10 മൈൽ ദൂരം ഓടുമായിരുന്നു. ആര്? തരുൺ. ഇൻ ദ ഈവനിങ്സ് ഹി വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദ 1000 meter distance prescribed by the competition. എന്നിട്ടോ വൈകുന്നേരങ്ങളിൽ മത്സരത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന 1000 മീറ്റർ ഓടുന്നതിന് വേണ്ടിയിട്ടും അവൻ സമയം കണ്ടെത്തിയിരുന്നു. ഹി വാണ്ടഡ് എവരിതിങ് ടു ബി പെർഫെക്റ്റ്. എല്ലാം പെർഫെക്റ്റ് ആകാനായി തരുൺ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് തരുണിന് തോന്നി. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ഹി വാസ് ഡിമാൻഡിങ് സച്ച് പെർഫെക്ഷൻ ഇൻ തിങ്സ് ഹി ഡിഡ്, ഹി തോട്ട്. അപ്പൊ തരുൺ എന്താണ് ചിന്തിക്കുന്നത്? അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇത്രയും പെർഫെക്ഷൻ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് എന്ന് തരുൺ ചിന്തിച്ചു. ഹി ആൾസോ വാണ്ടഡ് someone to back him up and so he told everything to his mother. അവൻ എന്ത് ചെയ്തു? അവനെ പിന്താങ്ങാനായിട്ട്, അവനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാകണം
എന്നുള്ളത് കൊണ്ട് അവൻ കാര്യങ്ങളെല്ലാം ആരെടുത്ത് പറഞ്ഞു? തരുൺ അവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days. അപ്പൊ തരുൺ വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി എന്ത് ചെയ്തു? തുടർന്നുള്ള 5 ദിവസം പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് രാംനാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. അപ്പൊ രാംനാരായൺ ആ പാർട്ടിസിപ്പേഷൻ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള കാർഡുമായിട്ട് കൃത്യസമയത്ത് തരുണിനെ കണ്ടുമുട്ടി. He gazed at the piece of paper on which his name had been printed boldly. അപ്പോൾ അവന്റെ പേര് ബോൾഡായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്ന പേപ്പറിലേക്ക് തരുൺ എന്ത് ചെയ്തു? ഉറ്റുനോക്കി. ഇറ്റ് മീൻഡ് സോ മച്ച് ടു ഹിം. അത് അവന് വളരെ വലിയ ഒന്നായിരുന്നു. കാരണം ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെ അവന്റെ പേരൊക്കെ ഇങ്ങനെ ബോൾഡായിട്ട് പ്രിന്റ് ചെയ്തു വരുന്നത്. However hard I must win this race, thought തരുൺ. അപ്പം തരുൺ ചിന്തിക്കുന്ന എന്താണ്? എത്ര കഠിനമാണ് എന്നുണ്ടെങ്കിലും ഞാൻ ഈ മത്സരത്തിൽ വിജയിക്കും. He wanted to show his father that he was not really the black sheep of the family. അപ്പോൾ അവൻ കുടുംബത്തില് കൊള്ളാത്തവനല്ല എന്ന് അച്ഛനെ കാണിച്ചു കൊടുക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചു. ആൻഡ് that he could be good at something at least. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവൻ മിടുക്കനാണ് എന്ന് കാണിച്ചു കൊടുക്കാനും ആഗ്രഹിച്ചിരുന്നു. ഇറ്റ് വാസ് 14th November. അത് നവംബർ മാസം 14. അപ്പൊ നവംബർ മാസം 14 തീയതി ബോയിങ് ലോ ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹിസ് മദർ. അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി അവൻ നിന്നതിന് ശേഷം, തല കുമ്പിട്ട് നിന്നതിന് ശേഷം തരുൺ പെഡൽഡ് അവേ ടു ദ സ്റ്റേഡിയം. തരുൺ എന്ത് ചെയ്തു? സൈക്കിളിൽ സ്റ്റേഡിയത്തിലേക്ക് പോയി. There was a huge crowd waiting to go inside. അപ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടം കാത്തു നിൽപ്പുണ്ടായിരുന്നു. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി വലിയൊരു ജനക്കൂട്ടം കാത്തു നിൽപ്പുണ്ടായിരുന്നു. തരുൺ entered the office where a signboard read participants only, with his heart beating faster every second. ഓരോ നിമിഷവും വളരെ വേഗതയിൽ മിടിക്കുന്ന ഹൃദയമിടിപ്പോടെ പാർട്ടിസിപ്പൻസ് ഒള്ളി എന്ന് എഴുതി വച്ചിരിക്കുന്ന ആ സൈൻ ബോർഡ് വച്ചിരിക്കുന്ന ഓഫീസ് മുറിക്കുള്ളിലേക്ക് നമ്മുടെ തരുൺ പ്രവേശിച്ചു. അപ്പം പങ്കെടുക്കുന്നവർ മാത്രം എന്ന് എഴുതി വച്ചിരിക്കുന്ന ഓഫീസ് മുറിയിലേക്ക് തരുൺ പ്രവേശിച്ചു. ഇൻസൈഡ് there were about 50 participants waiting for the race to begin. അകത്ത് ഏകദേശം 50ഓളം മത്സരാർത്ഥികൾ മത്സരം തുടങ്ങുന്നതിന് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. He felt someone patting him on the shoulders. ആരോ അവന്റെ തരുണിന്റെ തോളിൽ തടവുന്നതായിട്ട് തോന്നി. ഹലോ തരുൺ, ഇറ്റ് വാസ് രാംനാരായൺ. അത് രാംനാരായൺ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്, ഹി സെഡ് അഫക്ഷനേറ്റ്ലി. അദ്ദേഹം വളരെ അടുപ്പത്തോടുകൂടി സ്നേഹത്തോടുകൂടി അവൻ എല്ലാവിധ വിജയാശംസകളും നേർന്നു. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. തരുൺ അദ്ദേഹത്തെ നോക്കി ചിരിച്ചുവെങ്കിലും യാതൊന്നും പറഞ്ഞില്ല. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട്. അപ്പൊ തല മുതൽ പാദം വരെ അവന് ഭയം അനുഭവപ്പെട്ടു. He felt someone patting him on the shoulders. ആരോ അവന്റെ തോളിൽ തടവുന്നത് പോലെ തോന്നി. ഹലോ തരുൺ, ഇറ്റ് വാസ് രാംനാരായൺ. അത് രാംനാരായൺ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്, ഹി സെഡ് അഫക്ഷനേറ്റ്ലി. അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി അവൻ എല്ലാവിധ വിജയാശംസകളും നേർന്നു. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. തരുൺ അദ്ദേഹത്തെ നോക്കി ചിരിച്ചതല്ലാതെ യാതൊന്നും പറഞ്ഞില്ല. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട്. അവന്റെ തല മുതൽ പാദം വരെ ഭയം അനുഭവപ്പെട്ടു. ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. അപ്പം പങ്കെടുക്കുന്നവരെല്ലാം നിരനിരയായി നിന്നു. എവരി ഫേസ് ഗ്ലിറ്റേർഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിംഗ് ദ റേസ്. എല്ലാവരുടെ മുഖത്തും ഈ മത്സരം വിജയിക്കണമെന്നുള്ള ആ പ്രതീക്ഷയാൽ എല്ലാവരുടെയും മുഖം തിളങ്ങി. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റാൻഡ്സ് ടു ചിയർ ഫോർ ഹിം. അപ്പൊ എല്ലാവരും കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവുമാണ് എത്തിച്ചേർന്നത്. അവർക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്നതിന് വേണ്ടി കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവുമാണ് എല്ലാവരും എത്തിച്ചേർന്നത്. ടു ഹിസ് അമേസ്മെന്റ് തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സ്. അപ്പം തരുണിനെ അതിശയിപ്പിച്ചുകൊണ്ട് അവൻ കാണികൾക്കിടയിൽ അവൻ അവന്റെ അമ്മയെ കണ്ടു. ദ ഫിയർ ഇൻ ഹിസ് ഐസ് ഗേവ് വേ ടു കോൺഫിഡൻസ്. അവന്റെ കണ്ണുകളിലെ ഭയം ആത്മവിശ്വാസത്തിലേക്ക് വഴുതി മാറി. അവന് പെട്ടെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായി. ദ വിസിൽ ബ്ലൂ. വിസിൽ മുഴങ്ങി. ആൻഡ് ഓൾ ദ പാർട്ടിസിപ്പൻസ് സ്റ്റാർട്ടഡ് ഓഫ്
with all their might. സർവശക്തിയും എടുത്ത് എല്ലാ മത്സരാർത്ഥികളും ഓടാനായി തുടങ്ങി. അപ്പം വിസിൽ മുഴങ്ങി, മത്സരാർത്ഥികളെല്ലാം അവരുടെ മുഴുവൻ കരുത്തും എടുത്ത് ഓടാനായി തുടങ്ങി. They were all determined to be the winner of the race. എല്ലാവർക്കും മത്സരത്തിൽ വിജയിക്കണമെന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. In the lead was the fastest of them all, തരുൺ. അവരിൽ ഏറ്റവും മുന്നിൽ ഏറ്റവും വേഗതയേറിയ തരുണായിരുന്നു. Seeing himself ahead of everybody, തരുൺ felt very proud of himself. എല്ലാവരെക്കാളും മുൻപിലാണ് എന്നറിഞ്ഞപ്പോൾ തരുണിന് വളരെയധികം അഭിമാനം തോന്നി. On the track there was a shallow path. ആ ട്രാക്കിൽ ചെറിയൊരു കുഴിയുണ്ടായിരുന്നു. As he was running fast, അവൻ വളരെ വേഗതയിൽ ഓടുന്നത് കാരണം തരുൺ did not notice that and he slipped. തരുൺ അത് നോട്ടീസ് ചെയ്തില്ല. ചെറിയ കുഴി തരുൺ ശ്രദ്ധിച്ചില്ല. അവൻ എന്ത് ചെയ്തു? സ്ലിപ്പ് ചെയ്ത് അവൻ തെന്നി വീണു. Breathing fast, he saw the other kids going past him. ശ്വാസം വളരെ വേഗതയിൽ ശ്വാസം എടുത്തുകൊണ്ട് മറ്റുള്ള കുട്ടികൾ അവനെ മറികടന്നു പോകുന്നതായി അവൻ കണ്ടു. He could not be a loser today. അന്നേ ദിവസം അവന് പരാജയപ്പെടാനായി കഴിയുകയില്ല. And so without wasting a second, he got up to run once more. അതുകൊണ്ട് ഒരു സമയം പോലും പാഴാക്കാതെ അവൻ വീണ്ടും ഒന്നുകൂടി ഓടുന്നതിന് വേണ്ടി എഴുന്നേറ്റു. Being quick, തരുൺ overtook a few kids ahead of him. വളരെ വേഗതയിൽ അവൻ കുറച്ച് കുട്ടികൾ, അവന്റെ മുന്നേ ഓടിയ കുറച്ച് കുട്ടികളെ അവൻ മറികടന്നു. But as fate had it, he slipped once again. എന്നാൽ വീണ്ടും എന്ത് ചെയ്തു? അവന്റെ അന്നത്തെ ദിവസത്തെ മോശം ദിവസമായത് കാരണം അവൻ വീണ്ടും തെന്നി വീണു. What was happening to him? എന്താണ് അവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? He could not bear it. അവനത് സഹിക്കാനായി കഴിഞ്ഞില്ല. He looked into the crowd and saw his mother. അവൻ ആ ജനക്കൂട്ടത്തിലേക്ക് നോക്കിയപ്പോൾ അവന്റെ അമ്മയെ കണ്ടു. She was saying something to him. Get up son, get up and run. അവന്റെ അമ്മ അവന്റെ അടുത്ത് എന്തോ പറയുന്നുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? എഴുന്നേക്കൂ പുത്ര, എഴുന്നേറ്റ് ഓടൂ. തരുൺ got up once again. തരുൺ ഒന്നുകൂടി എഴുന്നേറ്റു. He was among the last few. അവസാനക്കാരിൽ ഒരുവനായിരുന്നു തരുൺ. But he did not give up. എന്നാൽ അവൻ ഉപേക്ഷിക്കാൻ, വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. Once more he overtook some children. ഒന്നുകൂടി അവൻ കുറച്ച് കുട്ടികളെ മറികടന്നു. Since he was fretting a little too much, he fell a third time. അവൻ കുറച്ച് ദുഃഖിതനായിരുന്നത് കാരണം മൂന്നാമത്തെ പ്രാവശ്യവും അവൻ മറിഞ്ഞു വീണു. Tears were rolling down his cheeks. അവന്റെ കണ്ണിലൂടെ കണ്ണുനീർ ഒലിക്കാനായി തുടങ്ങി. അവന് വിഷമമായി, വളരെയധികം വിഷമമായി. How will he get into Ram Narayan's training now? ഇനി എങ്ങനെയാണ് രാം നാരായണന്റെ പരിശീലനം എനിക്ക് ലഭിക്കുന്നത്? How will he prove to his parents that he was talented? അവൻ കഴിവുള്ളവനാണ് എന്ന് അവന്റെ പേരൻസിനെ ഇനി എങ്ങനെ പ്രൂവ് ചെയ്യും, എങ്ങനെ തെളിയിക്കും? He was the last kid on the track now. അവനിപ്പോൾ ട്രാക്കിലെ ഏറ്റവും അവസാനക്കാരനായ കുട്ടിയാണ്. He turned his eyes towards the stands. അവൻ എന്ത് ചെയ്തു? തിരിഞ്ഞ് കാണികളുടെ നേർക്ക് നോക്കി. Then he heard Ram Narayan screaming from somewhere, "Come on Tarun, run." അപ്പോൾ എവിടെ നിന്ന് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കേൾക്കുന്ന എന്താണ്? എവിടെ നിന്നോ രാം നാരായൺ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, "Come on Tarun, run" എന്ന് രാം നാരായൺ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. And so he got up a third time. അതുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യവും അവൻ ഓടുന്നതിന് വേണ്ടി എഴുന്നേറ്റു. This 12-year-old determined boy who was last on the track got up and ran with all the strength he had. അപ്പൊ ഈ 12 വയസ്സുള്ള ദൃഢനിശ്ചയക്കാരനായ കുട്ടി, ആ ട്രാക്കിലെ ഏറ്റവും അവസാനക്കാരനായ ആ കുട്ടി എന്ത് ചെയ്തു? വീണ്ടും എഴുന്നേറ്റ് അവന്റെ സർവ്വ കരുത്തുമെടുത്ത് ഓടാനായി തുടങ്ങി. വീണ്ടും ഓടി. The crowd was cheering for Pavan, the boy who had won the race. അപ്പം ജനക്കൂട്ടം മത്സരത്തിൽ വിജയിച്ച പവന് വേണ്ടിയിട്ട് ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഓട്ട മത്സരത്തിൽ പവൻ വിജയിച്ചു. ബട്ട് ടു തരുൺ സർപ്രൈസ്, എന്നാൽ തരുണിനെ സർപ്രൈസ് ചെയ്തുകൊണ്ട് there was a louder applause when he crossed the finishing line last. അവസാനമായിട്ട് ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തപ്പോൾ തരുണിനെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് വലിയ കയ്യടി ശബ്ദം മുഴങ്ങിക്കേട്ടു. The audience cheered for his determination and his valor for never giving up. അവന്റെ ആ ദൃഢവിശ്വാസം, ദൃഢനിശ്ചയം,
അല്ലെങ്കിൽ ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത ആ കറേജ്, ആ ധൈര്യം, അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ അവന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് ആൾക്കാർ അവന് വേണ്ടി കൈയടിക്കാനായി തുടങ്ങി. He bowed his head with shame and said to രാംനാരായൺ, I am sorry sir, I lost. അവൻ എന്ത് ചെയ്തു? തല കുമ്പിട്ടുകൊണ്ട്, നാണക്കേട് കാരണം തല കുമ്പിട്ടുകൊണ്ട് രാംനാരായണന്റെ അടുത്ത് പറഞ്ഞു, എന്ത്? ക്ഷമിക്കണം സർ, ഞാൻ പരാജയപ്പെട്ടു. No son, to me you have won the toughest race, the race of your life. ഇല്ല പുത്ര, എന്നെ സംബന്ധിച്ചിടത്തോളം നീ നിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനകരമായ മത്സരം വിജയിച്ചു. You got up and started afresh each time you fell. നീ ഓരോ പ്രാവശ്യവും വീഴുമ്പോഴും നീ എഴുന്നേറ്റ് വീണ്ടും ഓടാനായി തുടങ്ങി. You are a real life hero. നീയാണ് യഥാർത്ഥ ജീവിത വിജയി. Your training starts tomorrow. നിന്റെ പരിശീലനം നാളെ ആരംഭിക്കുന്നു. തരുൺ could not believe his ears. അവന് അവന്റെ ചെവികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. Tears filled his eyes again. വീണ്ടും അവന്റെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. He smiled at his mother who hugged him and said, You are the best son in the world. അപ്പോൾ അവനെ ഹഗ് ചെയ്തുകൊണ്ട്, എന്ത്? നീയാണ് ഏറ്റവും മികച്ച, ലോകത്തിലെ ഏറ്റവും മികച്ച പുത്രൻ എന്ന് പറഞ്ഞ അവന്റെ അമ്മയെ നോക്കി അവൻ സ്മൈൽഡ്, അവൻ ചിരിക്കുക മാത്രമാണ് ചെയ്തത്.